സ്തുതിക്കുക, അള്ളാഹുവിനെ. നമസ്കാരം അങ്ങനെയാണല്ലോ, കൈകെട്ടി കഴിഞ്ഞാൽ ഉടനെ എന്താണ്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. അഖില ലോകങ്ങളുടെ രക്ഷിതാവായ തമ്പുരാനെ, നിനക്കാണ് നിഖില സ്തുതി, നിനക്കാണ് അഖില സ്തുതി, നിനക്കാണ് സങ്കീർത്തനങ്ങൾ, നിനക്കാണ് പ്രകീർത്തനങ്ങൾ. അൽഹംദുലില്ലാഹ്. പടച്ചവനെ സ്തുതിക്കുകയാണ്. അത് നമസ്കാരത്തിലൂടെയാണ്. വെള്ളം കുടിച്ചാലും അൽഹംദുലില്ലാഹ്, തുമ്മിയാലും അൽഹംദുലില്ലാഹ്, ഒരു സന്തോഷ വർത്തമാനം കേട്ടാലും അൽഹംദുലില്ലാഹ്, ഭക്ഷണം കഴിച്ചു വയറ് നിറഞ്ഞു അൽഹംദുലില്ലാഹ്. ഇതാരുടെ ജോലിയാ? ഇബാദത്ത് ചെയ്ത് അള്ളാഹുവിനെ സ്തുതിക്കാൻ തയ്യാറാകുന്നവർക്കുള്ള അടുത്ത പണിയാണ് ഇബാദത്തിലൂടെ അള്ളാഹുവിനെ സ്തുതിക്കുക എന്നുള്ളത്. ഇനി എങ്ങനെയൊക്കെയാണ് അള്ളാഹുവിനെ സ്തുതിക്കുന്നത്? നോമ്പ് പിടിച്ചുകൊണ്ട് അള്ളാഹെ ആരാധിക്കാം, സ്തുതിക്കാം. നോമ്പ് പിടിച്ചുകൊണ്ട് അള്ളാഹെ സ്തുതിക്കാം. അത് ഓരോന്നും വിശദീകരിക്കണം, അല്ല ചുമ്മാ ഞാൻ ഇങ്ങനെ ഒരു അർത്ഥം ഇങ്ങനെ പറഞ്ഞു കാണും. അതിലൂടെ സ്തുതിക്കാം. പിന്നെ റുക്കൂ ചെയ്ത് സ്തുതിക്കാം. റുക്കൂയിൽ എപ്പോഴും റുക്കൂയിലൂടെ അതെങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് പറഞ്ഞുതരാം ഇൻഷാ അല്ലാഹ്. സുജൂദ്, സുജൂദ്. ഈ ഇബാദത്ത് നമസ്കാരം നിലനിർത്തിയവരുടെ അടുത്ത പണി എന്തെന്നറിയോ? തൗബ ചെയ്തവർ, തൗബ ചെയ്ത അടുത്ത പണി എന്താ? ഇബാദത്ത്. ഇബാദത്ത് എന്ന് പറയുന്നത് എങ്ങനെ? സ്തുതിക്കുക, റുക്കൂ ചെയ്യുക, നോമ്പ് പിടിക്കുക, സുജൂദ് ചെയ്യുക. ഇവരുടെ ഡ്യൂട്ടി എന്താണെന്നറിയോ? അടുത്തത് അൽ-ആമിറൂന ബിൽ മഅറൂഫ്, നന്മ ഉപദേശിക്കുക, വന്നഹൂന അനിൽ മുൻകർ. ഇത്രയും ക്വാളിറ്റി ഇല്ലാത്തവർക്ക് ഈ നന്മ ഉപദേശിക്കാനോ തിന്മയെ വിട്ട് തടയാനോ അവരെ കൊണ്ട് കഴിയില്ല, പറ്റേയില്ല. ഈ ക്വാളിറ്റി ഉള്ളവരാണ് ആ പോയിന്റിലേക്ക് എത്തേണ്ടത്. അമിറൂന ബിൽ മഅറൂഫ്, നന്മ ഉപദേശിക്കുക, തിന്മയെ വിട്ട് തടയുക. അങ്ങനെ നന്മ ഉപദേശിക്കുകയും തിന്മയെ വിരോധിക്കുകയും ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ ഇവൻ മാനിക്കാനും പാലിക്കാനും ഉൾക്കൊള്ളാനും തയ്യാറാകും. അതാണ് അള്ളാഹ് പറയുന്നത്, അള്ളാഹുവിന്റെ കൽപ്പനകളെ, അവന്റെ വിധിവിലക്കുകളെ മാനിച്ചുകൊണ്ട് മോഷ്ടിച്ചാൽ അവന്റെ ശിക്ഷ എന്താണ്? വ്യഭിചരിച്ചാൽ അവന്റെ ശിക്ഷ എന്താണ്? കള്ളം പറഞ്ഞാൽ അവന്റെ ശിക്ഷ എന്താണ്? ഖദ്ഫ്, ഒരാളെ ആരോപിച്ചാൽ അവന്റെ ശിക്ഷ എന്താണ്? ഈ വിഷയങ്ങളെ കുറിച്ച് പരിപൂർണമായ നിലയിൽ അവർക്കൊരു ഉത്ബോധനം നൽകുക, അതിനെ പാലിക്കുക. എങ്കിൽ അടുത്ത പടി 10-ാമതായി അള്ളാഹു പറയുന്നു, വബശ്ശിരിൽ മുഅ്മിനീൻ, ഈ വിശ്വാസികൾക്ക് സന്തോഷവാർത്ത അറിയിക്കൂ നബിയേ. ഇവരാണ് വിശ്വാസികൾ. ഓരോരുത്തരിന് ഞാൻ പറയുന്നത് പരിശോധിക്കണം, ഈ പറഞ്ഞതൊക്കെ ഉണ്ടോ ഇല്ലയോ എന്ന്. ഒന്നാമത്തെ പടി തൗബ, അത്തായിബൂൻ. അത് നമുക്കിപ്പോ പോസ്റ്റ്മോർട്ടം ചെയ്യാം, ബാക്കിയൊക്കെ അവിടെ ഇരിക്കട്ടെ, ഓരോന്നോരോന്ന് പടിപടിയായിട്ട് പോകട്ടെ. തൗബ തൗബ എന്നൊക്കെ പറഞ്ഞാൽ എന്താ? തൗബ തൗബ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ തൗബ ചെയ്യും ഉസ്താദ്, എല്ലാ വർഷവും തൗബ ചെയ്യും, ഞാൻ തൗബ ചെയ്യും എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അള്ളാഹു അമലുകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യ പടിയായി അള്ളാഹു നമ്മളോട് പറഞ്ഞത് അത്തായിബൂൻ, തൗബ ചെയ്യുന്നവർ, പശ്ചാത്തപിക്കുന്നവർ. പശ്ചാത്തപിക്കുന്നവരായാൽ മാത്രമേ നിങ്ങളുടെ ഇബാദത്ത് ഞാൻ സ്വീകരിക്കുള്ളൂ, ഇല്ലെങ്കിൽ ഞാൻ സ്വീകരിക്കുകയില്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെ വിളിച്ചിട്ട് മാത്രമല്ല പ്രവാചകന്മാരോട് പോലും എല്ലാവരോടും തൗബ ചെയ്യാൻ പറയുന്നത്. എല്ലാ പ്രവാചകന്മാരും തൗബ ചെയ്തിട്ടുണ്ട്, എല്ലാരും തൗബ ചെയ്തിട്ടുണ്ട്. തൗബ ചെയ്യാൻ ആദ്യം അള്ളാഹുവിന്റെ കൽപ്പന ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട്. അവർ രണ്ടുപേരും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ താമസിക്കാനുള്ള അവസരം നൽകി. യാ ആദം ഉസ്കുൻ അൻത വസൗജുകൽ ജന്ന ഫകുലാ മിൻ ഹൈസു ശിഅ്തുമാ വലാ തഖറബാ ഹാദിഹി الشجرة ഫതകൂനാ മിനൽ ളാലിമീൻ. ആദമേ, നിങ്ങൾ രണ്ടുപേരും താമസിച്ചു സ്വർഗത്തിൽ, പക്ഷെ ഇന്ന വൃക്ഷത്തിന്റെ അരികിലേക്ക് നിങ്ങൾ അടുക്കരുത്. അങ്ങനെ അടുത്തുപോയാൽ നിങ്ങൾ രണ്ടുപേരും അക്രമികളായി പോകും. പക്ഷെ എന്ത് ചെയ്യാൻ? നമ്മളൊക്കെ ഉണ്ടാകണമല്ലോ.
പിശാചിന്റെ പ്രേരണയാൽ ഹവ്വാ ബീവിയെ വലയിലാക്കി ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനും രണ്ടുപേർക്കും കൂടെ ആ ഭക്ഷണത്തിൽ പങ്കാളികളായി രണ്ടുപേരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ നിന്ന് ഈ ദുനിയാവിലേക്ക് അയച്ചു. സസ്പെൻഡ് ചെയ്തു, ഡിസ്മിസ് ചെയ്തില്ല, സസ്പെൻഡ് ചെയ്ത് ദുനിയാവിലേക്ക് സ്വർഗത്തിൽ നിന്ന് വിട്ടോളാൻ പറഞ്ഞു. فإما يأتينكم مني هدى فمن تبع هداي فلا خوف عليهم ولا هم يحزنون. വണ്ടി വിട്ടോ, എന്റെ നിയമനിർമ്മാണങ്ങളെ പാലിച്ചുകൊണ്ട് ദുനിയാവിൽ ജീവിച്ചാൽ അവർക്ക് ദുഃഖവും വേണ്ട, പ്രയാസം വേണ്ട, എന്റെ വഴികളിലൂടെ സഞ്ചരിച്ചു. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെയും ബീവി ഹവ്വായെയും അല്ലാഹു ഈ ദുനിയാവിലേക്ക് വിന്യസിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമും ബീവി ഹവ്വായും കണ്ടത് അന്ധകാര നിബിഡമായ ഒരു ലോകമായിരുന്നു. ഈ അന്ധകാര നിബിഡമായ ഇരുണ്ട യാമത്തിൽ നിന്നുകൊണ്ട് രണ്ടുപേരും പടച്ച തമ്പുരാനോട് തൗബ ചെയ്യുകയാണ്, പശ്ചാത്തപിക്കുകയാണ്. ഒരു നേരമല്ല, ഒരു വഖ്തല്ല, ഒരു ദിവസമല്ല, ഒരു മാസമല്ല, ഒരു വർഷമല്ല, 100 വർഷത്തോളം രാപകലെന്നില്ലാതെ അവർ അല്ലാഹുവിനോട് പശ്ചാത്തപിച്ചുവത്രേ. ആദമിന്റെ തൗബ, ഹവ്വാ ബീവിയുടെ തൗബ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു വ്യക്തമാക്കി തരികയാണ്. റബ്ബനാ വലംനാ أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ വെച്ച് ആദം നബിയോട് കൽപ്പിച്ചു, ആദമേ, ഇന്ന വൃക്ഷത്തിന്റെ അരികിലേക്ക് നീ അടുക്കരുത്, അങ്ങനെ അടുത്താൽ ഫതകൂന മിനൽ ളാലിമീൻ, നിങ്ങൾ അക്രമികളായി പോകുമെന്ന് അല്ലാഹു വാണിംഗ് നൽകിയെങ്കിൽ ആ താക്കീദിനെ മാനിക്കാതെ വന്നപ്പോൾ അതേ വാക്കെടുത്തു വെച്ചുകൊണ്ടാണ് ആദമും ഹവ്വയും പടച്ചവനോട് തൗബ ചെയ്തത്. റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, വലംനാ, ഞങ്ങൾ അക്രമം പ്രവർത്തിച്ചു പോയി, അൻഫുസനാ, ഞങ്ങളുടെ സ്വന്തത്തോട് അക്രമം കാട്ടി നാഥാ, വല്ലം തഗ്ഫിർ ലനാ, നീ ഞങ്ങളോട് പുറത്തില്ല എങ്കിൽ, വതർഹംനാ, നീ ഞങ്ങൾക്ക് കരുണ ചെയ്തില്ല എങ്കിൽ, ലനകൂനന്ന മിനൽ ഖാസിരീൻ, ഞങ്ങൾ നഷ്ടപ്പെട്ടവരായി പോകും അല്ലാഹ്. ഒരു ദിവസമല്ല, പല ദിനരാത്രങ്ങളിൽ ബഹുമാനപ്പെട്ട ആദമും ഹവ്വായും അല്ലാഹുവിനോട് തൗബ ചെയ്തുവെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ അതാ അല്ലാഹു ആ തൗബ സ്വീകരിക്കുകയാണ്. ഫതലഖാ ആദമു മിൻ റബ്ബിഹി കലിമാത് ഫതാബ അലൈഹി. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് തൗബ ചെയ്തപ്പോൾ, പശ്ചാത്തപിച്ചപ്പോൾ അല്ലാഹു തആല ചില വാക്കുകൾ പറഞ്ഞു കൊടുക്കുകയും ആദം അത് ഏറ്റുപറയുകയും ആദമിന്റെ തൗബയെ അല്ലാഹു സ്വീകരിച്ചുകൊണ്ട് അന്ധകാരത്തെ പരിപൂർണമായി മാറ്റിക്കൊണ്ട് അല്ലാഹുവിന്റെ മഹത്തായ അനുവാദത്തോടെ, അവന്റെ ഓശാരത്തോടെ, അവിടെ അല്ലാഹുവിന്റെ ഫളലോടുകൂടി നല്ല വെളിച്ചം നൽകി അവരെ അല്ലാഹു അനുഗ്രഹിച്ചു അത്രേ. ഉടൻ തന്നെ ആദം അല്ലാഹുവിന് വേണ്ടി 2 റക്അത്ത് സുജൂദ് ചെയ്തു. അപ്പൊ ആദമും തൗബ ചെയ്തു. മനുഷ്യകുലത്തിന്റെ നേതാവ്, മനുഷ്യകുലത്തിന്റെ പിതാവാണ്. പക്ഷെ അവിടെ തൗബ ചെയ്തു. അതാണ് ഇന്ന് നമ്മൾ ചെയ്യുന്ന ദുആ, റബ്ബനാ ലലംന. പക്ഷെ നമ്മളിന്ന് റബ്ബനാ ലലംന അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ, എന്താ അതിന്റെ അർത്ഥം? എത്ര ഗൗരവമേറിയ വിഷയം അത്, എത്ര ഗൗരവം. ആരെങ്കിലും ആത്മാർത്ഥതയോടുകൂടി അല്ലാഹ് എന്റെ സ്വന്തത്തോട് ഞാൻ അക്രമം ചെയ്തു പോയി, നമ്മളിപ്പോ കരുതുന്നുണ്ടായിരിക്കും, അള്ളാഹ് നമ്മടുത്ത് തിന്നരുതെന്ന് പറഞ്ഞൊന്നും തിന്നുന്നില്ലല്ലോ, പിന്നെ എന്തിനാ നമ്മൾ അക്രമം ചെയ്യും? നമ്മൾ തിന്നുക, നമ്മൾ ചെയ്യുന്നത് മൊത്തം അള്ളാഹ് കിട്ടപ്പെടാത്തതാണ്. നമുക്ക് ഓരോന്ന് വേണമെങ്കിൽ പറഞ്ഞു തരാം. ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത്, തിന്നുന്നത്, കുടിക്കുന്നത്, ജോലി ചെയ്യണത്, കഷ്ടപ്പെടുന്നത്, അധ്വാനിക്കണത്, എല്ലാ ഹറാമിന്റെ അംശങ്ങളുണ്ട്. അതൊക്കെ ഓരോന്ന് വിശദീകരിക്കുമ്പോൾ നമ്മൾ ആ റൂട്ടിലേക്ക് പോകേണ്ടി വരും. നമ്മൾ കിടന്ന് ദുആ ചെയ്യുന്നു, സ്വീകരിക്കുന്നില്ല.
ഭയങ്കര ദുആ. ഞാനടക്കം നിങ്ങളടക്കം എല്ലാവരും ദുആ ചെയ്യുന്നു. പൊട്ടിക്കരയുന്നു, നിലവിളിക്കുന്നു, ലൈറ്റ് അണച്ചിട്ട് ദുആ ചെയ്യുന്നു, നിന്നിട്ട് ദുആ ചെയ്യുന്നു, തുള്ളിയിട്ട് ദുആ ചെയ്യുന്നു, ചാടി ദുആ ചെയ്യുന്നു, അലറി ദുആ ചെയ്യുന്നു. പക്ഷെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. എന്തേ നടക്കാത്തത്? നിങ്ങളൊന്ന് ആത്മപരിശോധന നടത്തിയിട്ടുണ്ടോ? നിങ്ങൾ ഇത്രയും ദുആ ചെയ്തിട്ട് ദുആ സ്വീകരിക്കാത്തത് എന്താ? പക്ഷെ അള്ളാഹ് സ്വീകരിക്കാതിരിക്കും. അള്ളാഹ് പറഞ്ഞ എന്താ? നിങ്ങൾ എന്നോട് ദുആ ചെയ്ത് ഞാൻ നിങ്ങളുടെ ദുആ സ്വീകരിക്കാം. وقال ربكم ادعوني استجب لكم. നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ എന്നോട് ദുആ ചെയ്യ്, ഞാൻ നിങ്ങൾക്ക് മറുപടി നൽകാം. അള്ളാഹു വഅദ ലംഘിക്കുകയില്ല. അള്ളാഹ് വാക്ക് പാലിക്കുന്നവനാണ്. ആ വാക്കിൽ ഒരു കുറവും അവൻ വരുത്തുകയില്ല. പക്ഷെ എന്തേ നമ്മുടെ കാര്യങ്ങൾ നടക്കാത്തത്? എന്തേ ദുആ സ്വീകരിക്കാത്തത്? ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? ഒരു ആത്മപരിശോധന നടത്തി. എന്താണ് അസുഖം മാറാത്തത്? പല ഡോക്ടറെയും പോയി കണ്ടല്ലോ, എന്തേ മാറാത്തത്? ചിന്തിക്ക്. നമ്മുടെ ഭാഗത്ത് എന്തോ ഒരു കുഴപ്പമുണ്ട്, അസുഖം മാറാത്തത്. നിന്റെ ചികിത്സയിൽ എവിടെയോ ഒരു ന്യൂനത, ഒരു പാളിച്ച വന്നിട്ടുണ്ട്. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ അങ്ങ് ആത്മപരിശോധന നടത്തിയാൽ നമുക്കത് കണ്ടെത്താൻ കഴിയും. അങ്ങനെ കണ്ടെത്തുമ്പോൾ ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു തആല അൻഹു നബിതങ്ങളോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണം. എന്തിനാ ദുആ? എന്റെ ദുആ അല്ലാഹ് സ്വീകരിക്കണം. അതിനുവേണ്ടി അങ്ങ് ഒന്ന് ദുആ ചെയ്യണം. يا رسول قلت لرسول الله صلى الله عليه وسلم أنس رضي الله عنه റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, يا رسول الله ادعو الله لي أن يجعلني مستجاب الدعوة. നബിയേ, എന്റെ ദുആ ഒന്ന് സ്വീകരിക്കാൻ അങ്ങ് അല്ലാഹുവിനോടൊന്ന് പ്രാർത്ഥിക്കൂ. യാ റസൂലല്ലാഹ്, എനിക്ക് വേണ്ടി ദുആ ചെയ്യണം നബിയെ. അനസ് റളിയല്ലാഹു അൻഹു പറയാ, ഉദ്ഉല്ലാഹ ലി, എനിക്ക് വേണ്ടി അങ്ങ് ദുആ ചെയ്യണം. എന്താണ്? എന്താവശ്യത്തിനാണ്? വീട് വെക്കണം, കടം മാറണം, അസുഖം മാറണം, അതിനൊന്നുമല്ല. പിന്നെന്തിനാ? അയ്യജഅലനി മുസ്തജാബ ദഅവ, എന്റെ ദുആ അല്ലാഹ് സ്വീകരിക്കണം. ഞാൻ എപ്പോ ദുആ ചെയ്താലും ആ ദുആ അല്ലാഹ് സ്വീകരിക്കണം. അങ്ങനെ മുസ്തജാബ ദഅവ ആയ ഒരാളായി മാറണം. അതുകൊണ്ട് അതിനു വേണ്ടി അങ്ങൊന്ന് ദുആ ചെയ്യണം എന്ന് റസൂലുള്ളാഹി തങ്ങളോട് അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. നമ്മുടെ കൈക്ക് പിടിച്ചപ്പോ എല്ലാരും പറയല്ലോ, ഉസ്താദ് ദുആ ചെയ്യണം ഉസ്താദ്. അപ്പൊ നമ്മളെന്താ പറയാ? ശരി ശരി ഇൻഷാ അല്ലാഹ്. മുസ്ലിയാരുടെ ദുആയുടെ കാര്യം കഷ്ടം. നമ്മുടെ കൈക്ക് പിടിച്ചിട്ടെല്ലാം പറയും ദുആ ചെയ്യണേ. ഓ ശരി, ചെയ്തേക്കാം. ചെയ്യണേ? ഓ ചെയ്തേക്കാം. എല്ലാരും പറയല്ലോ. നബിതങ്ങളുടെ കൈക്ക് പിടിച്ചിട്ട് അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് വേണ്ടി ദുആ ചെയ്യണം നബി എന്ന് പറഞ്ഞപ്പോ നബി എന്താ മറുപടി നൽകിയത്? ശരി, ഓക്കെ, എന്നാ അനസ് പോയിക്കോ, ഞാൻ ദുആ ചെയ്തോളാം പറഞ്ഞോ? ഇല്ല. അതാണ് പോയിന്റ്. യാ അനസോ, ഓ അനസേ, അതിബ് കസ്ബക് തുജബ് ദഅവതുക്. ഒരേ ഒരു പോയിന്റാണ് ദുആ സ്വീകരിക്കാനുള്ള മാനദണ്ഡമായി അല്ലാഹുവിന്റെ റസൂല് അനസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത്. ലോക വിശ്വാസികളെ നിങ്ങളോടും പറയുന്നത്, ഏ അനസേ, അതിബ് കസ്ബക്, നിന്റെ സമ്പാദ്യം നീ നന്നാക്കിക്കൊള്ളുക. തുജബ് ദഅവതുക്, നീ ഉയർത്തുന്ന കൈകളൊന്നും അല്ലാഹു തട്ടിക്കളയുകയില്ല. പിന്നീട് നബിതങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയാണ്, ഫൈനർ റജുലൽ മുഅ്മിന ലയർഫഉൽ ലുഖ്മത മിനൽ ഹറാമി ഇലാ ഫീ ഫലാ യുസ്തജാബു ലഹു ദഅവത്തുൻ 40 ലൈല. ഒരു വിശ്വാസിയായ സഹോദരനോ വിശ്വാസിനിയ